കൊമേഴ്സ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടാവും. അപ്പൊ അതൊരു ചെറിയ എക്സ്പെൻസസിൽ ഇനി മുതൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് നമുക്ക് നമ്മളെ ഹോം അഡ്രസ്സിൽ റൺ ചെയ്യാൻ പറ്റും. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലും ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. വീടുകളിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കുടിൽ വ്യവസായം, കുടിൽ എന്നുള്ളതൊക്കെ മാറി ഇപ്പൊ വീട്ടു വ്യവസായം തുടങ്ങി. കേരളത്തിൽ അങ്ങനെ കുടിലുകൾ വളരെ കുറവാണ്. വീടിന്റെ 50% വരെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ നീക്കിവെക്കാം. സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകൾ ലൈസൻസ് നൽകും. ഇതിനുവേണ്ടി ചട്ടങ്ങൾ പരിഷ്കരിക്കാനും തീരുമാനമായിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റുകളിൽ ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇനി മുതൽ നമുക്ക് ഹോം ലൊക്കേഷനിൽ ഒരു FSSAI രജിസ്ട്രേഷൻ എടുക്കാം. നമ്മളെ ബിസിനസ് സ്ഥാപനം നമുക്ക് ഹോം ലൊക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ കോർപ്പറേഷൻ മുനിസിപ്പൽ ലൈസൻസ് നമുക്ക് നമ്മുടെ വീട് അഡ്രസ്സിൽ എടുക്കാം. കറണ്ട് അക്കൗണ്ട് നമ്മളെ വീട് അഡ്രസ്സിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിവിടെ ചെറുകിട വ്യവസായം ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. നമ്മൾ ഇനി ഒരു വെർച്വൽ സ്പേസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇപ്പൊ കൊമേഴ്സ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടാവും. അപ്പൊ അതൊരു ചെറിയ എക്സ്പെൻസസിൽ ഇനി മുതൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് നമുക്ക് നമ്മളെ ഹോം അഡ്രസ്സിൽ റൺ ചെയ്യാൻ പറ്റും.